ഇന്ന് നമ്മൾ മൈദപ്പൊടിയും ചെറിയ 4-5 പീസ് ചിക്കനും ഉണ്ടെങ്കിൽ നമ്മൾ സാധാരണ റെസ്റ്റോറൻറ്റിൽ നിന്നെല്ലാം വാങ്ങിക്കഴിക്കുന്ന അതേ രുചിയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബ്രോസ്റ്റ് റെസിപ്പിയാണ് കാണിക്കാൻ പോണത്. അപ്പോൾ ഇതെങ്ങനെയാണ് സിമ്പിളായിട്ട് അതേ ടേസ്റ്റിൽ നമ്മൾ ഉണ്ടാക്കിയെടുത്തത് എന്ന് നോക്കാം. അപ്പോൾ ഇത് റെഡിയാക്കി എടുക്കാനായിട്ട് ആദ്യം നമുക്കിതിലേക്ക് വേണ്ടി ഒരു അരപ്പ് റെഡിയാക്കി എടുക്കാനുണ്ട്. അപ്പോൾ അതിനായിട്ട് മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ട് അതിലേക്കൊരു 7-8 വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിപ്പോൾ 1 ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും ആവശ്യത്തിന് വിനാഗിരി കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ടൊന്ന് അരച്ചെടുക്കുക. നന്നായിട്ടൊന്ന് അരച്ചെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ തന്നെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കനിലേക്ക് ഇത് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മൾ ചെറിയ ഒരു 5 പീസ് ചിക്കൻ നേരത്തെ തന്നെ നന്നായിട്ട് കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഇത് ഒഴിച്ചിട്ട് മസാലയെല്ലാം നന്നായിട്ട് തിരുമ്മി യോജിപ്പിക്കുക. ഈ സമയത്ത് ഉപ്പ് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് കുറവാണെങ്കിൽ ഒരല്പം കൂടെ ഉപ്പ് ചേർക്കാം. എന്നിട്ട് ഒരു 15 മിനിറ്റ് നമ്മളിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കുകയാണ്. ആ സമയം കൊണ്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ബ്രോസ്റ്റ് മസാല പൗഡർ നമുക്ക് റെഡിയാക്കിയിട്ട് എടുക്കാം. അപ്പോൾ അതിനായിട്ട് ഇതുപോലെ ഒരു ബൗളിലേക്ക് 1 കപ്പ് അളവിൽ മൈദാപ്പൊടി, 1/4 കപ്പ് അളവിൽ കോൺഫ്ലോർ, പിന്നെ ഒരു 3/4 ടേബിൾ സ്പൂൺ അളവിൽ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, ഒരു 3/4 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നല്ലൊരു കളറിന് വേണ്ടിയിട്ട് ഒരു പിഞ്ച് റെഡ് ഫുഡ് കളറും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടെ സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ കൈ വെച്ചിട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക. മിക്സ് ചെയ്ത് നോക്കിയപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടിയുടെ കുറവുണ്ടായതുകൊണ്ട് തന്നെ ഒരു 1/4 ടേബിൾ സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ ആക്കിയെടുത്തതിന് ശേഷം ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമ്മുടെ ബ്രോസ്റ്റ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് നേരത്തെ മസാല പുരട്ടി വെച്ചിട്ടുള്ള ചിക്കൻ പീസസിലേക്ക് 1 മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഒരു സ്പൂൺ വെച്ചിട്ടോ കൈ വെച്ചിട്ടോ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ശേഷം ഇതിൽ നിന്ന് ഒരു പീസ് എടുക്കുക. എന്നിട്ട് മൈദാപ്പൊടിയിൽ ഇതുപോലെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ 2-3 പ്രാവശ്യം നന്നായിട്ട് കോട്ട് ചെയ്തെടുത്തതിന് ശേഷം വീണ്ടും ആ ചിക്കൻ പീസ് എടുത്തിട്ട് നമ്മുടെ എഗ് ബാറ്ററിൽ ഇതുപോലെ നന്നായിട്ടൊന്ന് മുക്കിയെടുക്കുക. ശേഷം വീണ്ടും നമ്മൾ മൈദാപ്പൊടിയിൽ ഇതുപോലെ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കുകയാണ്. 2 പ്രാവശ്യം ഇതുപോലെ കോട്ട് ചെയ്തെടുക്കണം. എന്നാലാണ് നല്ല ക്രിസ്പി ആയിട്ട് നമ്മുടെ ബ്രോസ്റ്റ് നമുക്ക് കിട്ടുക. ഇതുപോലെ ഫുള്ളായിട്ട് ആദ്യം നമുക്ക് റെഡിയാക്കി വെക്കാം, പിന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ ഫുൾ ചിക്കൻ പീസസും ഇതുപോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതിനായിട്ട് സ്റ്റൗവിലൊരു ചീനച്ചട്ടി വെച്ച് ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യമായിട്ടുള്ള സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓയിൽ നന്നായി ചൂടായി വരുന്ന സമയത്ത് ഒരു 2 പീസ് ബ്രോസ്റ്റ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഉടനെ തന്നെ ഫ്ലെയിം ഒരു മീഡിയത്തിലാക്കി വെക്കുക. എന്നിട്ട് പിന്നെ നമ്മൾ മീഡിയത്തിൽ ഇട്ടിട്ടാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. തീ ഒരുപാട് കൂടിപ്പോയാൽ പുറം വശം പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും, എന്നാൽ ഉൾവശം ഒട്ടും തന്നെ വേവത്തില്ല. അതുകൊണ്ട് തന്നെ തീ കുറച്ച് വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് നമ്മുടെ ബ്രോസ്റ്റിൻ്റെ കളറെല്ലാം ആയി വരുന്ന സമയത്ത്, ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്ന സമയത്ത് നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ കണ്ട് ഇഷ്ടമായെന്ന് ലൈക്ക് ചെയ്യുക. ഇതുപോലെയുള്ള ന്യൂ റെസിപ്പീസിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.